സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്താണെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിജിറ്റൽ മൊഡ്യൂൾസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു കൺട്രോൾ ഫ്ലോ കാണിക്കാനാണ് നമ്മൾ മെയിനായിട്ട് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ഫങ്ഷൻസ് ഇതുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്കൊരു മൈക്രോ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺട്രോൾ ഫങ്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു കൺട്രോൾ ഫങ്ഷൻ്റെ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ ഫംഗ്ഷൻ പറയുന്നതനുസരിച്ച് എന്താണ്, T1 ടൈം ആണെങ്കിൽ, ഇപ്പോൾ T1 ആണെങ്കിൽ സി രജിസ്റ്ററിലേക്ക് നമ്മൾ എയുടെ കണ്ടൻറ്റിനെ ലോഡ് ചെയ്യണം, എ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിനെ ലോഡ് ചെയ്യണം. അതല്ല T2 ആണ് ടൈമെങ്കിൽ സി രജിസ്റ്ററിലേക്ക് നമ്മൾ ബിയുടെ കണ്ടൻറ്റിനെ വേണം ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ 2 രജിസ്റ്ററിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂവിനെ നമ്മൾ മൂന്നാമതൊരു രജിസ്റ്റർ സി രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ പറയുന്നതനുസരിച്ച് T1 അല്ലെങ്കിൽ T2 ആയിരിക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ് T1 ഓർ T2യിലാണ് നമുക്ക് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. T1 ആണെങ്കിൽ എയുടെ വാല്യൂ ആണ് സിയിലേക്ക് പോകേണ്ടത്, T2 ആണെങ്കിൽ ബിയുടെ വാല്യൂ ആണ് സിയിലേക്ക് പോകേണ്ടത്. സോ അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ രജിസ്റ്റർ ബി ആയിട്ട് എടുക്കാം, രജിസ്റ്റർ ബി ആൻഡ് രജിസ്റ്റർ എ, ഇങ്ങനെ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്ററിൻ്റെ വാല്യൂവിനെ നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത് രജിസ്റ്റർ സിയിലേക്കാണ്. മൂന്നാമതൊരു രജിസ്റ്റർ സിയിലേക്കാണ് നമ്മളിതിനെ ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഈ രജിസ്റ്റർ സിക്ക് നമുക്കിവിടെ ഒരു ലോഡ് ഇൻപുട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലോഡ് ഇൻപുട്ട് എനേബിൾ ആവുന്ന സമയത്താണ് ഈ രജിസ്റ്ററിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്, സിയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്, T1 അല്ലെങ്കിൽ T2 എനേബിൾ ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം T1 ഓർ T2. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഡ് ഇൻപുട്ടിനെ നമുക്ക് ഒരു ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് ലോഡ് ഇൻപുട്ട് യൂസ് ചെയ്യാം. ആ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ 2 ടൈമിംഗ് സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. T2 T1 എന്ന് പറഞ്ഞ് 2 ടൈമിംഗ് സിഗ്നൽസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, T1 അല്ലെങ്കിൽ T2 എനേബിൾ ആവുന്ന സമയത്ത് ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ സി രജിസ്റ്ററിൻ്റെ ലോഡ് എനേബിൾ ആവും. അപ്പോൾ എന്താണോ രജിസ്റ്റർ സിയിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്, ഈ ഇൻപുട്ടിലുള്ള വാല്യൂവിനെ ഈ രജിസ്റ്റർ സിയിലേക്ക് അത് ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൽ വരേണ്ടത് ഏതാണ്, T1 ആണെങ്കിൽ രജിസ്റ്റർ എ വരണം, T2 ആണെങ്കിൽ രജിസ്റ്റർ ബി വരണം. ഇതാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഈ 2 രജിസ്റ്റേഴ്സിൽ ഒന്നാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മൾട്ടിപ്ലെക്സർ. അപ്പോൾ ഇവിടെ നമ്മൾ 2/1 മൾട്ടിപ്ലെക്സറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ രജിസ്റ്റർ ബിയിനെയും രജിസ്റ്റർ എയിനെയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ബിയുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് 1ഉം രജിസ്റ്റർ എ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സെലക്ട് ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഈ സെലക്ട് ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നത് രജിസ്റ്റർ ബീനെ ആയിരിക്കും. അതുപോലെ സെലക്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നത് രജിസ്റ്റർ എയിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം, രജിസ്റ്റർ ബീനെ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, നമുക്ക് T2 ആയിരിക്കുന്ന സമയത്താണ് രജിസ്റ്റർ ബീനെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ T2 1 ആവുമ്പോൾ രജിസ്റ്റർ ബി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ സെലക്ട് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് ഏതായിരിക്കും, T2നെ കണക്ട് ചെയ്യും. അപ്പോൾ T2 1 ആവുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ബിയുടെ ഔട്ട്പുട്ട് രജിസ്റ്റർ ബിയുടെ കണ്ടൻറ്റ് മൾട്ടിപ്ലെക്സറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ ലോഡ് എനേബിൾ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, രജിസ്റ്റർ സിയിലേക്ക് അത് ലോഡാവും. ഓക്കെ, ദെൻ അതുപോലെ T2 0 ആയിരിക്കുന്ന സമയത്ത് T1 എനേബിൾഡ് ആണെന്നുള്ള T1 ആയിരിക്കും, നമുക്ക് 1 ആണ് വരുന്നതെന്നുള്ള മീനിങ്ങിൽ, അതായത് 1 വന്നാലല്ലേ നമുക്കിവിടെ ലോഡ് ഇൻപുട്ട് 1 വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യുന്ന മൾട്ടിപ്ലെക്സറിൽ സെലക്ട് ആവുന്ന ഇൻപുട്ട് 0 ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഈ മൾട്ടിപ്ലെക്സറിനെ നമ്മൾ കംപ്ലീറ്റ്ലി എപ്പോഴും എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ എനേബിൾ ഇൻപുട്ട്. ഇത് എപ്പോഴാണ് എനേബിൾ ആവേണ്ടത്? നമുക്ക് എപ്പോഴാണോ ഈ ലോഡ് 1 വരുന്നത് അപ്പോഴാണ് നമുക്കിത് എനേബിൾ ആക്കി കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് ക്ലോക്ക് പൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് എഡ്ജിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 0 വന്നാലേ നമുക്ക് ഇവിടെ 1 വരത്തുള്ളൂ. പക്ഷേ ഇവിടെ 1 വരുമ്പോഴാണ് നമുക്ക് അകത്ത് 1 വരേണ്ടത് അല്ലേ? അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമ്മളൊരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 1 ആവുന്ന സമയത്ത് ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 വരും. ദെൻ അത് മൾട്ടിപ്ലക്സറിലേക്ക് ചെല്ലുമ്പോൾ 1 ആയിട്ട് മാറും. ആ 1 ആവുന്ന സമയത്ത് ഈ മൾട്ടിപ്ലക്സർ എനേബിൾ ആവും. എനേബിൾ ആയിട്ട് ഈ സെലക്ട് ഇൻപുട്ടിൽ ഏതാണോ വന്നേക്കുന്നത്, സെലക്ട് ഇൻപുട്ടിൽ 1 ആണെങ്കിൽ ബി രജിസ്റ്ററിൻ്റെ വാല്യൂവിനെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്ത് ലോഡ് ഓപ്പറേഷൻ വഴി രജിസ്റ്റർ സിയിലേക്ക് ലോഡ് ചെയ്യും. മനസ്സിലായില്ലേ? സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ ഫംഗ്ഷനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ RTL രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ യൂസ് ചെയ്യുന്ന ബേസിക് സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ലെറ്ററും ന്യൂമറൽസും ചേർത്തിട്ടോ അല്ലെങ്കിൽ ലെറ്റർ മാത്രമായിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ AMDR R2 ഇങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മളൊരു രജിസ്റ്ററിൻ്റെ പേരാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്ററും ലെറ്ററിൻ്റെ കൂടെ ന്യൂമറൽസും അല്ലെങ്കിൽ ലെറ്റർ മാത്രമായിട്ടോ യൂസ് ചെയ്യുന്നത് രജിസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് A2 B6 ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ A രജിസ്റ്ററിലെ 2nd ബിറ്റ്, B രജിസ്റ്ററിലെ 6th ബിറ്റ്, ഇങ്ങനെ ആ ബിറ്റ് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വൽ ബിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പാരാന്തിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി ഒരു രജിസ്റ്ററിൻ്റെ പോർഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹയർ പോർഷൻ, ലോവർ പോർഷൻ ഒക്കെ കാണിക്കുക. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഹയർ പോർഷനെയാണ് PC(H) എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരാന്തിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ ആരോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയുടെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻഫർമേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് A രജിസ്റ്ററിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ദെൻ അതുപോലെ കോളൻ ഓപ്പറേറ്റർ നമ്മൾ കൺട്രോൾ ഫംഗ്ഷൻ്റെ ടെർമിനേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു കൺട്രോൾ ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഒരു ഇവൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ കൺട്രോൾ ഫംഗ്ഷൻസ് എഴുതുമ്പോഴത്തേനും അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളൻ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ കോമ യൂസ് ചെയ്യുന്നത് ഒന്നിലധികം മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 2 മൈക്രോ ഓപ്പറേഷൻസ് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് B രജിസ്റ്ററിലെ കണ്ടൻറ്റ് A രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാനും, രണ്ടാമത്തേത് A രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് B രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാനുമാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കോമ ആയിട്ട് കാണിക്കുന്നു. ദെൻ അതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് മെമ്മറി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ M എന്ന് പറയുന്നത് മെമ്മറി ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നതാണ്. സോ അപ്പോൾ MAR മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഒരു വാല്യൂ ഉണ്ട്, അതെന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിൻ്റെ കണ്ടൻറ്റ് മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു മെമ്മറി അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് സിമ്പിൾസ് ആണ് നമ്മൾ നോർമലി രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റ് ബസ് വഴി നമ്മൾ എങ്ങനെയാണ് വേറൊരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം നമുക്കിപ്പം ഒരു 4 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുവാണ്. 3, 4. ഓക്കെ, 4 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങേറ്റത്ത് നമുക്ക് രജിസ്റ്റർ A, ഇത് രജിസ്റ്റർ B, രജിസ്റ്റർ C ആൻഡ് രജിസ്റ്റർ D, ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഈ ഓരോ രജിസ്റ്ററിലും 4 ബിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 0th ബിറ്റ്, 1st ബിറ്റ്, 2nd ബിറ്റ്, 3rd ബിറ്റ്. അതുപോലെ ഇവിടെയും 0th ബിറ്റ്, 1st ബിറ്റ്, 2nd ബിറ്റ്, 3rd ബിറ്റ്. ഇവിടെയും അത് തന്നെ 0th ബിറ്റ്, 1st ബിറ്റ്, 2nd ബിറ്റ്, 3rd ബിറ്റ്, 0th ബിറ്റ്, 1st ബിറ്റ്, 2nd ബിറ്റ്, 3rd ബിറ്റ്. ഓരോ രജിസ്റ്ററിലും നമുക്ക്
എത്ര 4 ബിറ്റ്സ് ഉണ്ട്. ഈ ബിറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് A0, ഇത് A1, ഇത് A2, ഇവിടെ A3. അതുപോലെ ഇവിടെ വരുന്നത് B0, നെക്സ്റ്റ് B1, B2, B3. ഓക്കെ. ദെൻ അതുപോലെ ഇവിടെ C0, C1, C2, C3. ഇവിടെയും D0, D1, D2, D3. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ രജിസ്റ്ററിലുള്ള ഈ 4 ബിറ്റും നമ്മളിപ്പോൾ പറയുവാണ് ബി ഗിവിങ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ രജിസ്റ്ററിനകത്തുള്ള എല്ലാ ബിറ്റ്സും ഈ 4 ബിറ്റ്സും നമുക്ക് ബി രജിസ്റ്ററിലേക്ക് കിട്ടണം. ഓക്കെ. അതല്ല ഇവിടെ നിന്ന് നമ്മൾ റീഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റീഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കിതൊരു ഔട്ട്പുട്ട് ലൈനിലേക്ക് കിട്ടണം. ഇവിടെ നമുക്കൊരു 4 ഔട്ട്പുട്ട് ലൈൻസ് വരും. ആ 4 ഔട്ട്പുട്ട് ലൈനിലേക്ക് നമ്മൾ ഏത് കണ്ടൻ്റ് ആണോ മൂവ് ചെയ്യുന്നത് അതിനെ നമുക്ക് കിട്ടണം. എങ്കിലേ നമുക്ക് അത് വേറെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിന് കൊടുക്കാനോ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനോ അങ്ങനെ പല കാര്യങ്ങൾക്കും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ് വഴിയാണ് നമ്മൾ ഈ ഡേറ്റ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് ഈ ഔട്ട്പുട്ട് ലൈനിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ 4 ബിറ്റ്സ് അല്ലേ ഉള്ളത്. 4 ബിറ്റ്സ് ഓരോ രജിസ്റ്ററും 4 ബിറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ 4 മൾട്ടിപ്ലക്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. 4 മൾട്ടിപ്ലക്സേഴ്സ് യൂസ് ചെയ്യും. അതായത് നമുക്ക് എത്ര ഔട്ട്പുട്ടാണോ വരുന്നത് അത്രയും നമ്പർ ഓഫ് മൾട്ടിപ്ലക്സേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ 4 ബിറ്റാണ് ഒരെണ്ണത്തിൽ വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 4/1 മൾട്ടിപ്ലക്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 4 4/1 മൾട്ടിപ്ലക്സേഴ്സ് നമുക്കിവിടെ ആവശ്യമുണ്ട്. 4/1 മൾട്ടിപ്ലക്സർ, ഇവിടെയും ഇതും 4/1 മൾട്ടിപ്ലക്സർ. അപ്പോൾ ഈ ഒരു 4/1 മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിതിനകത്ത് 2 സെലക്ട് ഇൻപുട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. S1ഉം S2ഉം 2 സെലക്ട് ഇൻപുട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ടത്തേക്ക് കണക്ട് ചെയ്തു. സോ അപ്പോൾ ഇത് S1ഉം S2 2 സെലക്ട് ഇൻപുട്ട്. ഈ 2 സെലക്ട് ഇൻപുട്ട് തന്നെയാണ് നമ്മൾ എല്ലാ മൾട്ടിപ്ലക്സറിലേക്കും കണക്ട് ചെയ്യുന്നത്. അതായത് എല്ലാ മൾട്ടിപ്ലക്സറിനും കോമൺ ആയിട്ടുള്ള സെലക്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരേ ടൈമിൽ ഇത് 4 എനേബിൾ ആവണം. ഓരോ മൾട്ടിപ്ലക്സറും ഓരോ ബിറ്റിനെയാണ് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിറ്റ് നമ്മുടെ ഈ ഔട്ട്പുട്ട് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ അടുത്ത ബിറ്റ് ഔട്ട്പുട്ട് ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനിലേക്ക് കണക്ട് ചെയ്തു. ദെൻ മൂന്നാമത്തേത് നമ്മൾ മൂന്നാമത്തെ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു. നാലാമത്തെ ഔട്ട്പുട്ട് 4ാമത്തെ ലൈനിലേക്ക്. അങ്ങനെ ഇവിടെ 4 ബിറ്റ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് ലൈനാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണവും നമ്മുടെ മൾട്ടിപ്ലക്സറിൽ നിന്നുള്ള ഔട്ട്പുട്ട്സാണ്. ഓക്കെ. അതാണ് നമ്മൾ ബസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ ബസ്സിലേക്കാണ് നമുക്ക് ഈ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൊണ്ടു ചെല്ലാനുള്ളത്. ഓക്കെ. അപ്പോൾ അതിനെ കൊണ്ടു ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലക്സറുകൾ വഴിയാണ് നമ്മൾ ആ ബിറ്റുകളെ കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇതിനെ നമ്മൾ 0th മൾട്ടിപ്ലക്സർ, ഇതിനെ ഫസ്റ്റ് മൾട്ടിപ്ലക്സർ, ഇത് സെക്കൻഡ് മൾട്ടിപ്ലക്സർ, ഇത് തേർഡ് മൾട്ടിപ്ലക്സർ, ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രജിസ്റ്ററിൻ്റെയും 0th ബിറ്റ് നേരെ ഇവിടേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 1 2 3. അതുപോലെ ഇതിനും ഇൻപുട്ട് 0 1 2 3 ഉണ്ട്. ഇവിടെയും ഇൻപുട്ട് 0 1 2 3 ഉണ്ട്. ഇവിടെയും ഇൻപുട്ട് 0 1 2 3 ഉണ്ട്. ഓക്കെ. അപ്പോൾ 0th ഇൻപുട്ടിലേക്ക് നമ്മുടെ A0നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലേ നമ്മുടെ 0th രജിസ്റ്റർ. അപ്പോൾ 0th രജിസ്റ്ററിൻ്റെ 0th ബിറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ എയുടെ 0th ബിറ്റിനെ ഇവിടേക്ക് കണക്ട് ചെയ്തു. ദെൻ രണ്ടാമത് കണക്ട് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മുടെ
ബി രജിസ്റ്ററിൻ്റെ 0th ബിറ്റ്. അടുത്തതിൻ്റെ സെക്കൻഡ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത് സി രജിസ്റ്ററിൻ്റെ 0th ബിറ്റ്. ഇതിൻ്റെ തേർഡ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത് ഡി രജിസ്റ്ററിൻ്റെ 0th ബിറ്റ്. അതായത് എല്ലാ രജിസ്റ്ററിൻ്റെയും 0th ബിറ്റാണ് നമ്മൾ 0th മൾട്ടിപ്ലക്സറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് മൾട്ടിപ്ലക്സറിലേക്ക് കണക്ട് ചെയ്യുന്നത് എല്ലാ രജിസ്റ്ററിൻ്റെയും ഫസ്റ്റ് ബിറ്റ്. അപ്പോൾ A1, B1, C1, അതുപോലെ D1. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ബിറ്റ്. ഇനി അതുപോലെ സെക്കൻഡ് മൾട്ടിപ്ലക്സർ എത്തുമ്പോഴത്തേനും നമ്മൾ എല്ലാ രജിസ്റ്ററിൻ്റെയും സെക്കൻഡ് ബിറ്റ്. അപ്പോൾ A2, B2, C2, D2 ഇങ്ങനെ എല്ലാ രജിസ്റ്ററിൻ്റെയും സെക്കൻഡ് ബിറ്റിനെ കണക്ട് ചെയ്തു. അപ്പോൾ ഇനി തേർഡ് വരുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് A3. ഓക്കെ, എയുടെ തേർഡ് ബിറ്റ് A3 കണക്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് കണക്റ്റ് ആവുന്നത് B3 ആണ്. B3നെ കണക്ട് ചെയ്തു. ദെൻ രണ്ടാമത്തെ ഇതിൽ വരുന്നത് C3 ആണ്. C3നെ കണക്ട് ചെയ്തു. അതുപോലെ ഫൈനലി വരുന്നത് D3. ഇങ്ങനെ 4 രജിസ്റ്ററിൻ്റെയും തേർഡ് ബിറ്റിനെയും കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഞാനിപ്പോൾ S1, അതായത് എനിക്ക് ഈ 4 രജിസ്റ്ററിൽ ഒരെണ്ണത്തിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ S1ഉം S2ഉം ആണ് നമ്മുടെ ഏത് രജിസ്റ്റർ സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ ഇവിടെ എനിക്ക് സെലക്ട് ആവുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ A രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, 0 ആണെങ്കിൽ A രജിസ്റ്റർ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും വരിക? S1ഉം S2ഉം 0 വരും. അപ്പോൾ എല്ലാ മൾട്ടിപ്ലക്സറിൻ്റെയും സെലക്ട് ഇൻപുട്ടിൽ വരുന്നത് നമുക്ക് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് എന്താണ്? അതിൻ്റെ 0th ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ എല്ലാ എല്ലാ മൾട്ടിപ്ലക്സറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിൽ 0th ഇൻപുട്ടിൽ എന്താണുള്ളത്? A രജിസ്റ്ററിൻ്റെ ബിറ്റ്സ് ആണ്. ഓക്കെ, 0th ബിറ്റ്, ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, തേർഡ് ബിറ്റ്. അപ്പോൾ ഈ 4 ലൈൻസിലായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? A3, A2, A1, A0 ആയിരിക്കും. ദാറ്റ് മീൻസ് ദ കണ്ടന്റ് ഓഫ് A വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ബസ്. ഓക്കെ, അതുപോലെ S1 0ഉം S2 1ഉം ആണെങ്കിൽ നമുക്കിവിടെ സെലക്ട് ആവുന്ന രജിസ്റ്റർ B ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ S1ഉം S2ഉം എല്ലാ മൾട്ടിപ്ലക്സേഴ്സിലും നമുക്ക് 0 1 വരും. 0 1 വരുന്ന സമയത്ത് ഫസ്റ്റ് ഇൻപുട്ടിലുള്ളതായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. എല്ലാ മൾട്ടിപ്ലക്സറിൻ്റെയും ഫസ്റ്റ് ഇൻപുട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് Bയുടെ ബിറ്റ്സിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുമ്പോൾ എല്ലാ B രജിസ്റ്ററിൻ്റെ ബിറ്റ്സും കിട്ടും. ദെൻ മൂന്നാമത്തെ കോമ്പിനേഷൻ വരുമ്പോഴത്തേന് സെലക്ട് ഇൻപുട്ട് 1 0 വരുന്ന സമയത്ത് C ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ സെലക്ട് ഇൻപുട്ട് 1 1 വരുന്ന സമയത്ത് നമുക്ക് D ഇൻപുട്ട് ആയിരിക്കും കിട്ടുന്നത്. D രജിസ്റ്ററിൻ്റെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിൻ്റെ വാല്യൂസിനെ നമ്മൾ ബസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ വേറൊരു രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് രജിസ്റ്റർ വാല്യൂസിനെ നമ്മൾ ബസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് മെമ്മറിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.